ഇന്നത്തെ റെസിപ്പി ഇഫ്താർ സ്പെഷ്യൽ ക്യാരറ്റ് പോളയാണ്. നമ്മൾ രണ്ട് രീതിയിൽ ക്യാരറ്റ് പോള തയ്യാറാക്കാറുണ്ട്. ഒന്ന് ക്യാരറ്റ് വേവിച്ച് അരച്ചെടുത്തിട്ടും പിന്നൊന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും. ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള പോളയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഞാനിവിടെ 2.5 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 വലിയ ക്യാരറ്റാണ്. ഇപ്പോൾ ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരു 3 ക്യാരറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് 2.5 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കിട്ടും. ഇനി നമുക്കിതിനെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ പാലിൽ ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് നല്ല മധുരമുള്ളൊരു പോളയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കാം. നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാരയും പാലും ചേർത്തിട്ട് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ പാല് വറ്റി വരണമെന്നൊന്നുമില്ല. ഈ ഒരു പാലിൽ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നാൽ മതി. പാൽ നന്നായിട്ട് തിളച്ച് ക്യാരറ്റ് വെന്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, പാൽ നന്നായി തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൽ വറ്റിയിട്ടൊന്നുമില്ല, അത് പ്രശ്നമില്ല. പാൽ കൂടുതലായാലും പ്രശ്നമൊന്നുമില്ല. ഇത് ചെറുതായി ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മുട്ട അടിച്ചെടുക്കാം. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ 5 മുട്ടയും നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പം ക്യാരറ്റ് വേവിക്കുന്ന സമയത്ത് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിലും 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ ഒരു 3 ഏലക്ക എടുത്തിട്ട് ഒന്ന് ചതച്ച് ചേർത്താൽ മതി. ഇപ്പോൾ ഈ ഒരു പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുട്ട നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച് ക്യാരറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ പാലോട് കൂടി തന്നെ ഒഴിക്കണം. ചെറിയ ചൂടുണ്ടായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഈ മുട്ടയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പാൻ ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു വലിയ പാനാണ്. നിങ്ങളടുത്ത് ചെറിയ പാൻ ഉണ്ടെങ്കിൽ ചെറിയ പാനിൽ തന്നെ ഒഴിക്കുക. ചെറിയ പാനിൽ ഒഴിക്കുമ്പോഴായിരിക്കും നമ്മുടെ പോള കാണാൻ നല്ല ഭംഗിയുണ്ടാകാം. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 20 മുതൽ 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അതായത് ഈ ഒരു പോള കുക്കായി കഴിഞ്ഞാൽ പോളൻ്റെ നല്ലൊരു സ്മെല്ല് വരും. അതുവരെ നമ്മൾ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ പോള ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം പാനിൽ നിന്ന് മാറ്റുക. ചൂടോടുകൂടി മാറ്റുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകും, കാരണം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള പോളയാണ്. ഇപ്പം പോള നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, നല്ല